സാധാരണക്കായ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട്. സ്ഥിരം കേൾക്കുന്നതാണല്ലേ, തെർമോകോൾ ഉണ്ടായി. നമ്മളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് കാർബോർഡ് അടക്കം വെച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളെ ഇതിൽ വഞ്ചിതരാകുന്നു. സോ ഈ ബെഡിന്റെ ലൈഫ് എത്രയാ ശരിക്കും? അപ്പോൾ മാതമംഗലം റോഡാണ് നമ്മൾ ഈ കാണുന്നത്. മാതമംഗലം റോഡാണ്, പിലാത്ര ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നൊരു വിശേഷവും നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വരികയാണ്. നമ്മുടെ മാട്രസ്, കിങ് ഫിറ്റ് മാട്രസിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് വരുന്നത്. ഇതാ ഈ കാണുന്നതാണ് ബെഡ് സെൻറ്റർ എന്ന് പറയുന്ന ഷോപ്പ്. അപ്പോൾ ബെഡ് സെൻറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് pilathra.com നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. ബിജുവാട്ടൻ, നമ്മുടെ സുഹൃത്താണ് ബിജുവാട്ടൻ. കഴിഞ്ഞ 28 വർഷക്കാലമായിട്ട് അദ്ദേഹം ഈ ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. ഓണാണല്ലേ? അപ്പോൾ ഓണത്തിന് എന്താണ് നമ്മൾ ബെഡ് സെൻറ്ററിൻ്റെ പ്രത്യേകത? മാക്സിമം ഡിസ്കൗണ്ട്, അതായത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വിലയിൽ ക്വാളിറ്റിയുള്ള മാട്രസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? സോ രണ്ടാമത് നമ്മൾ പിലാത്രയിൽ ഈ സെന്റർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? പിലാത്രയിൽ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞപ്പോൾ 1.5 വർഷത്തോളായി പിലാത്രയിൽ ബെഡ് സെന്റർ തുടങ്ങിയിട്ട്. നമ്മുടെ ഫാക്ടറി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 10-18 വർഷം മുമ്പേ തുടങ്ങിയ ഫാക്ടറിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ pilathra.com വേണ്ടിയിട്ട് നമ്മളൊരു കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ബെഡ് സെന്റർ ആണ് അത്, അതായത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. പക്ഷേ ബെഡ് സെന്ററിന്റെ കഥ പറയുന്ന മുമ്പിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം പറയണം അല്ലേ? നമ്മൾ ഒത്തിരി കാലമായിട്ട് നമ്മൾ തമ്മിലുള്ള നല്ല സൗഹൃദമാണ്. അത് മാത്രമല്ല ഏകദേശം 28 വർഷക്കാലം ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടപ്പോൾ. കാരണം നിരന്തരം കാണുന്ന ഒരാളാണ്, അല്ല ഒരു വ്യക്തിയാണ്. 28 വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഈ മാട്രസ് ഫീൽഡിൽ ഉണ്ട് അല്ലേ? സോ അതൊന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമായിരുന്നു. 28 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 28 വർഷം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട് 28 വർഷം. അതുപോലെ തന്നെ നമ്മുടെ SLC കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിരുന്നു. പകല് കാലത്ത് പഠിത്തം, കോളേജ് പഠനം, രാത്രി ഇത് ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലിക്ക് പോകും. ജോലി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മുടെ പുതിയങ്ങാടിയിലെ മാവ കെയർ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു കമ്പനിയുണ്ട്. ഇപ്പോഴും ആ കമ്പനിയുണ്ട്. അവിടെ പകല് കോളേജ് പോകും, രാത്രി വൈകിട്ട് 5 to രാത്രി 1 മണി വരെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് കയറും അതോടൊപ്പം തന്നെ കോട്ടനും ഒക്കെ ആ കാലത്ത് കയറ് കോട്ടൺ തന്നെയായിരുന്നു. പക്ഷെ ഇന്നത്തെ അനുസരിച്ച്, ഇന്നത്തെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മുടെ ഒരുപാട് അപ്ഡേഷൻ വന്നു. അതായത് ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം പുതിയ പുതിയ മെറ്റീരിയലുകൾ ഇമ്പോർട്ട് ചെയ്ത് അതിലിവിടെ നമ്മൾ കേൾക്കുന്ന ഒത്തിരി ടെക്നോളജി, എല്ലാം ടെക്നോളജി ബേസ്ഡ് ചെയ്തല്ലേ? ജർമ്മൻ അടക്കമുള്ള ടെക്നോളജികൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. ജർമ്മൻ ടെക്നോളജി അടക്കം നമ്മളിപ്പം മാട്രസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഒരു മാട്രസ് ഉണ്ട് ജർമ്മൻ ടെക്നോളജിയിൽ, ഇപ്പോൾ ഒന്ന് ലോഞ്ചായി അത്. സോ ഏതായാലും നമ്മൾ ബിജുവാനെ പറ്റി പറഞ്ഞു, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ 28 വർഷമായിട്ട് അല്ലേ ആ കോളേജ് കാലഘട്ടം, കോളേജല്ലേ SLC കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഒരു പാർട്ട് ടൈം ജോലി അല്ലേ, ജോലിയായിട്ട് രാത്രികാലങ്ങളൊക്കെ പോയി. അവിടെ എത്ര വർഷം അത് കണ്ടിന്യൂ ചെയ്തു? 14 വർഷം ഞാൻ അവിടെ സ്റ്റാർട്ടിങ് ചെയ്തിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ അല്ലേ 14 വർഷം. ക്ലീനിങ് വർക്കിന് പോയി, പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഓഫീസ് വർക്ക് വരെ അവിടെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബാലപാട് അവിടുന്ന് മാട്രസ് എന്താണെന്നും നമ്മളെ ഗുരുക്കന്മാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ആ ഫീൽഡിൽ അല്ലേ. ഇന്ന് ആ കമ്പനി ഉണ്ടോ? തീർച്ചയായിട്ടും ആ കമ്പനി ഇന്ന് നല്ല രീതിയിൽ നടന്നു പോകുന്നു. നല്ലൊരു റിലേഷൻഷിപ്പാണ് അവിടുത്തെ. ഇന്നും ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടല്ലേ? കസ്റ്റമേഴ്സിന്റെ കച്ചവടം നടക്കട്ടെ അതിന്റെ. ആയിക്കോട്ടെ. പുതിയ വീട്ടിലേക്കാണോ? അല്ല, പുതിയ വീട്ടിലേക്കല്ല, എന്നാലും ഒന്നെടുത്ത് രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് കമ്പനി? എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയാണ്. രണ്ടാമത്തെ മാട്രസാ കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പോൾ വേറെ ഒന്നും നോക്കണ്ടി പരിചയപ്പെടുത്തേണ്ട ഒന്നും ആവശ്യമില്ല അല്ലേ? കുറച്ചുകൂടി എളുപ്പമാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ ആദ്യത്തെ തവണ മാട്രസ് നോക്കാൻ വേണ്ടി ഒന്നേരം എല്ലാം നോക്കിയിട്ടുണ്ടാവില്ലേ? ഇല്ല, ഞാൻ ഒന്ന് നോക്കി അതെടുത്തിട്ട് പോയി. ഇഷ്ടപ്പെട്ടു കൊണ്ടുപോയി. മാട്രസ് കണ്ടപ്പോൾ ഞാൻ ഡെമോ കാണിച്ചു. അപ്പോൾ അന്നേരം തന്നെ അവർ പറഞ്ഞു എനിക്കിത് മതി. ആക്ച്വലി എങ്ങനെയാണ് ഡെമോ കാണിക്കാം? നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചില്ലേ? കുറച്ച് കഴിഞ്ഞ് കാണിച്ചാൽ മതി. ഇപ്പോൾ കച്ചവടം നടക്കട്ടെ. കച്ചവടം നടക്കുന്നത് സന്തോഷമുള്ള കാര്യം അല്ലേ? അപ്പോൾ നമുക്ക് ഏതായാലും ഡെമോ കൂടി കാണാം. കാരണം എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് വരാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ നമ്മൾ ഡെമോ കാണുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പൊ ഇത് ഡെമോ കാണാനുള്ള അവസരം ഇവിടെയുണ്ട്. കാരണം ഇതൊരു മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ബെഡിൽ കൂടുതൽ ഒരുപാട് ജനങ്ങൾ, സാധാരണക്കായ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബെഡിന്റെ ഉള്ളിൽ തെർമോകോള് ഈ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലേ? തെർമോകോൾ ഉണ്ടായി, പാക്കിംഗ് മെറ്റീരിയൽ. ശരിക്കും എല്ലാ വേസ്റ്റും കൊണ്ട് തുറക്കാനുള്ളതാണ്. എല്ലാ വേസ്റ്റ് ശരിക്കും നമ്മളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് കാർബോർഡ് അടക്കം വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ബെഡ്, പാവപ്പെട്ട ജനങ്ങളെ ഇതിൽ വഞ്ചിതരാകുന്നു. ഈ ഓലയും മട്ടലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ സത്യമാണോ? ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പേപ്പർ ഇപ്പോൾ ഓല നമ്മൾ മട്ടലിന്റെ ഈ പീസ് ഇതെല്ലാം വെച്ചിട്ട് ഒരുപാട്, അത് കമ്പനികളല്ല, അതിങ്ങനെ ചെറുകിട ചെയ്ത ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഒത്തിരി ഉണ്ട് അതിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബെഡിനകത്ത് എന്താണെന്ന് ആൾക്കാർക്ക്
ഡെമോ കാണാം. ആക്ച്വലി ഇത് നമ്മൾ ജംസ് മിഠായി പോലെ ഉണ്ടല്ലോ. ഇത് നമ്മൾ റീബോണ്ടഡ് ഫോം റീബോണ്ടഡ് റീബോണ്ടഡ് ഫോം എന്ന് പറഞ്ഞത് റീബോണ്ടഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്നത് പറഞ്ഞാൽ സോഫ്റ്റ് ഫോം. അപ്പോൾ ഈ ബെഡിന് നമ്മൾ 7 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. വാറണ്ടി അല്ല, വാറണ്ടി അല്ല, ഗ്യാരണ്ടി. റീപ്ലേസ്മെന്റ് ആണ്. 7 വർഷം. വേറെ റീബോണ്ടഡ് ഫോം, സോഫ്റ്റ് ഫോം, മെമ്മറി ഫോം, നമ്മൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. 7 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ബെഡിന്. ഈ ബെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുവേദനക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസകരമുള്ള ബെഡായത്. അപ്പോൾ മെഡിക്കേറ്റഡ് ബെഡാണ്. മെഡിക്കേറ്റഡ് ബെഡായത്. അത് ഫുള്ളി മെഡിക്കേറ്റഡ് ബെഡാണ് ഇത് വരുന്നത്. ഇതിന്റെ 2 സൈഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 1 സൈഡ് സോഫ്റ്റ്, 1 സൈഡ് ഹാർഡ്. അപ്പോൾ 2 സൈഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മെഡിക്കേറ്റഡ് ബെഡിന്റെ പ്രത്യേകത നടുവേദനക്കാർക്ക് സൊല്യൂഷനാണ്. ഏറ്റവും മാത്രമല്ല ഞാൻ അറിഞ്ഞത് IMO അംഗീകരിച്ചാണ്. ഇത് മെഡിക്കൽ അസോസിയേഷന്റെ അംഗീകാരം കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് മാട്രസ്. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് സ്പ്രിംഗ് മാട്രസ്. ഇത് ബോണറ്റ് സ്പ്രിംഗ് മാട്രസ്. ഈ ബോണറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്പ്രിംഗ് തമ്മിൽ ലിങ്ക്ഡ് ആയിരിക്കും. അതിപ്പോൾ ബെഡ് മൊത്തമായിട്ട് ഒരു ആക്ഷൻ. അപ്പോൾ ഇത് കൂടാതെ ഇതിന് മുകളിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു സോഫ്റ്റ് ഫോം കൊടുക്കുന്നുണ്ട്. അഡീഷണലി ഒന്നും കൂടെ ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്പ്രിംഗ് ബെഡ് ഇപ്പോഴത്തെ സ്പ്രിംഗ് ബെഡിൽ എത്ര ടൈപ്പ് ഉണ്ട്? സ്പ്രിംഗ് ബെഡ് നമുക്കിപ്പോൾ സാധാരണ ഒരു കസ്റ്റമർക്ക് അധികം ടെക്നോളജി പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും സ്പ്രിംഗ് ബെഡിൽ എത്ര ടെക്നോളജി ഉണ്ട്, അതെന്താണ് വ്യത്യാസം? എന്താണ് സ്പ്രിംഗ് ബെഡിൽ 2 ടെക്നോളജി ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ഒന്ന് ബോണറ്റ് സ്പ്രിങ്, ഒന്ന് പോക്കറ്റഡ് സ്പ്രിങ്. അത് ഇതിൽ തന്നെ ഈ 2 സ്പ്രിങ്ങിലും തന്നെ പല വേരിയേഷൻ ഉണ്ട്. അതായത് സ്പ്രിങ്ങിൻ്റെ മുകളിൽ റീബോണ്ടഡ് വെക്കും, മെഡിക്കലാക്കും, സോഫ്റ്റ് ഫോം വെക്കും, മെമ്മറി വെക്കും, ലാറ്റക്സ് വെക്കും. അതൊക്കെ അതിൻ്റെ ബേസ് സ്പ്രിങ് ആയിരിക്കും. നിങ്ങൾ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. എങ്ങനെ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഏത് ഷേപ്പിൽ, ഏത് അളവിൽ, എത്ര തിക്നെസ്സിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ 24 ഇഞ്ച് വരെയുള്ള ബെഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ഓൺലൈനിൽ. മുട്ട വെച്ചാൽ പൊട്ടൂല, വെള്ളം വെച്ച് കഴിഞ്ഞാൽ തുളുമ്പൂല. അത് സെയിം സാധനം നമ്മൾ പോക്കറ്റ് സ്പ്രിങ്ങിലാണ് നമ്മൾക്ക്. അത് പോക്കറ്റ് സ്പ്രിങ്ങിൽ അതേപോലെ ലാറ്റക്സ്, മെമ്മറി മെറ്റീരിയൽ, PU ഫോം മാട്രസ്, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മാട്രസ് ചെയ്യുന്നുണ്ട്. ഓരോ ഡിവൈഡ് ഒരു സ്ഥലത്ത് അറിയില്ല. ഇത് എന്ന് പറഞ്ഞാൽ ബോണസ് സ്പ്രിങ് മൊത്തം ബെഡ് മൊത്തമായിട്ട് അറിയുന്നതാണ്. മൊത്തത്തിൽ അറിയും, ആക്ഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ബോണസ് സ്പ്രിംഗ്. ഈ ഒരു ആക്ഷൻ അല്ലേ? സോ നമുക്ക് ഇവിടെ സ്പ്രിംഗ് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അടുത്ത കാറ്റഗറി നമ്മൾ പറഞ്ഞു പോക്കറ്റ് സ്പ്രിംഗ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. സ്പ്രിംഗിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് ഓരോ സ്പ്രിംഗ് ഓരോ പോക്കറ്റിലായിരിക്കും. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പറഞ്ഞില്ലേ വെള്ളം വെച്ചാൽ ഇത് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന് അടുത്ത് പേര് എഴുന്നേക്കും. അപ്പോൾ നമ്മുടെ പാർട്ണർ മറിഞ്ഞു കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഡിസ്റ്റർബൻസ് ഇല്ല. അതാണ് ഈ മാട്രസിന്റെ ഏറ്റവും കൂടുതൽ പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന മാട്രസ് അല്ലേ? ഇതേപോലെ ഈ പോക്കറ്റ് സ്പ്രിംഗിൽ തന്നെ നമ്മള് മെഡിക്കേറ്റഡ് ചെയ്യുന്നുണ്ട്. പോക്കറ്റ് സ്പ്രിംഗിൽ നമ്മുടെ നേരത്തെ കണ്ട റീബോണ്ട് ആക്ഷൻ ഉണ്ടാവും. കസ്റ്റമർ എങ്ങനെയാണോ നമ്മൾക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് എങ്ങനെയാണോ ആൾക്കാർക്ക് ആവശ്യം അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വെരി ഗുഡ്. ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളിൽ വെച്ച് രാജാവ് അല്ലേ? അതായത് നമ്മൾ റീബോണ്ടഡ് ഫോമിന്റെ മുകളിൽ മെമ്മറി ഫോം, ലാറ്റക്സ് ഫോം, അതെല്ലാം കാണാൻ വേണ്ടി മെമ്മറി ഫോം, ലാറ്റക്സ് ഫോം, എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ട് മനസ്സിലാക്കാം. ഇത് ഡുവൽ സൈഡാണ്. അതുപോലെ തന്നെ ഇത് ഒന്നും സോഫ്റ്റും. അതേപോലെ തന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എയർ സർക്കുലേഷൻ. ഇതിൽ കുൾട്ടിങ് ഇല്ല. ഇതിലൊക്കെ നമ്മൾ കണ്ട ഡിസൈൻ ഫോം ഉണ്ട്. ഇത് ഡയറക്റ്റ് GSM കൂടിയ ക്ലോത്തിലാണ് ഇതിന്റെ എഫക്റ്റ് കിട്ടുക. ആ ഒരു പുതിയൊരു മെറ്റീരിയലാണ് ഇത്. അപ്പോൾ ഇതും ഒരു പുതിയൊരു മെറ്റീരിയൽ ആണ്. ഇതും കണ്ട് മനസ്സിലാക്കാനും വാങ്ങാനും പറ്റും അല്ലേ? ഇപ്പൊ നമ്മുടെ കസ്റ്റമർ ഇപ്പൊ ഒരു ബെഡ് കൊണ്ടുപോയില്ലേ? അതെന്താണ് അതിന്റെ പ്രത്യേകത? പുള്ളി ഒരു ബെഡ് എടുത്തു, ഇനി അതന്നെ വേണമെന്ന് പറഞ്ഞ വന്നേ. പുള്ളി എടുത്ത് നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് അടുത്തത്. പോക്കറ്റ് സ്പ്രിംഗ് അതായത് നമ്മൾ ഇപ്പൊ ഇതിൽ കണ്ടതില് മനസ്സിലായി. അവരിപ്പോ നമ്മൾ കുറച്ച് പയ്യന്നൂരിന്ന് പറഞ്ഞല്ലോ, പയ്യന്നൂരിന്ന് വരുന്നതാന്ന് പറഞ്ഞത്. അവർ ഇതേപോലെ അവരൊരു ഫ്രണ്ട് ഇവിടുന്ന് ബെഡ് എടുത്തു. അവർ സജഷൻ ചെയ്തു. അവർ ഒന്നെടുത്തു, രണ്ടാമത് ഇന്ന് വന്നു. അതാണ് വിജയം. മോത്ത് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ അവരെ ത്രൂ വന്ന ഓർഡറാണ്. അതാണ് പോക്കറ്റ് സ്പ്രിംഗ് അടുത്ത്. ഇതിന്റെ ബേസ് ഇനി നമ്മളിപ്പം വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നതാണ് നിങ്ങൾ പ്രൈസ് പറയുന്നില്ല എന്ന് ഇപ്പം കാണും. നമ്മളും കാണുന്നതാണല്ലേ? അപ്പോൾ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് എപ്പോഴും പ്രൈസിംഗ് ഒക്കെ ഒരു റേഞ്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമുണ്ട്. കൃത്യമായിട്ട് നമ്മളെ ബെഡിന് നമ്മുടെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്, പ്രൈസ് സ്റ്റിക്കർ ഉണ്ട് ബെഡിന്റെ. അതായത് ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് നമ്മുടെ MRP.
ഈ ബെഡിന്റെ MRP MRP 6568 രൂപ കാണുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് അറിയാം നമ്മുടെ കാറ്റലോഗ് ഉണ്ട്, പ്രൈസ് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ഒരു ഇടുന്നതല്ല. അപ്പോൾ ഇതിൽ അവർക്ക് ചെക്ക് ചെയ്യാം. ഇത് മെഡിക്കൽ ഓരോത്തിലും MRP. ഇത് ഏത് കാറ്റഗറിയാ? ഇത് നമ്മൾ നോർമൽ കാറ്റഗറി, ഇത് നമ്മൾ ഓർഡിനറി, ഇത് നമ്മുടെ ഓർത്തോപീഡിക് പറഞ്ഞ കാറ്റഗറി അല്ലേ? സ്പ്രിംഗില് യൂറോടോപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് പുതിയ കസ്റ്റമർക്ക് കൊടുക്കാനില്ല, ഇതൊരു ഡോക്ടർക്ക് കൊടുക്കാനുള്ളതാണ്. അതെ. ഇപ്പോൾ സ്പ്രിംഗില് യൂറോടോപ്പ് അതിന്റെ MRP കാണുന്നത് 18,755 കാണുന്നത്. അവർ പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു ഫോം വെക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് കസ്റ്റമൈസ് ചെയ്താണ്. അഡീഷണൽ ഫോം അഡീഷണൽ എക്സ്ട്രാ ഒരു ഫോം വെച്ചിട്ട് കസ്റ്റമർക്ക് ചെയ്താണ്. കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ? സോ ഇത് നോർമൽ ഓർത്തോ ആണെങ്കിൽ ഇപ്പോൾ 9,000 ഒക്കെ കാണുന്നുണ്ട് അല്ലേ? 9,133 രൂപയാണ് അതിന്റെ MRP പ്രൈസ്. MRP ആണേ. അപ്പോൾ ഇതൊരു കാറ്റഗറിയാണ്. ഇനി രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമുക്ക് ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജും ആയുർവേദ കോളേജും ഹോസ്റ്റലൊക്കെ ഇല്ലയാണ്. അപ്പോൾ ഹോസ്റ്റലേഴ്സിന് വേണ്ടുന്ന ഒരു മോഡൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പഴയ കോസഡിയല്ല, കോസഡിന്റെ കാലമൊക്കെ പോയി, ഇപ്പം ടെക്നോളജി മാറി എന്ന് പറഞ്ഞല്ലോ. ഇത് ഫോൾഡിംഗ് ആണ്, രണ്ടായിട്ട് നിവർത്തി വെയിറ്റ് ഇല്ല. ഇത് സിമ്പിൾ ആണ്. ഫോം മാട്രസ് ഫോമാണ് ഇതിൽ. അത് ഡബിൾ ഫോൾഡ്. അതുകൊണ്ട് ഇതിങ്ങനെ ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ, കോഴ്സ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുപോകാൻ. സാധാരണ ബെഡിന്റെ നമ്മൾ ക്യൂൺ സൈസും കിങ് സൈസും ഡബിൾ കിങ്ങും അങ്ങനെ അല്ലേ? ഉണ്ട്. നമ്മൾ ഏതൊക്കെയുള്ളത്? സിംഗിൾ ബെഡ് ഉണ്ട്, ഡബിൾ ബെഡ്, ഫാമിലി ബെഡ്, കിങ് സൈസ്, പിന്നെ അഡീഷണൽ ഹണിമൂൺ ബെഡ് ചെയ്തിട്ടുണ്ട്, റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ അളവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എത്ര സമയം വേണ്ടി വരും? നമുക്ക് 4 ഡേയ്സ്, 4 ദിവസം കൊണ്ട് റൗണ്ട് ബെഡ് ഒക്കെ 4 ദിവസം. എനി ഷേപ്പ് അല്ലേ? എനി ഷേപ്പ് നമുക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമുക്ക് ഇതിപ്പോ നല്ല ഓണായതുകൊണ്ടാണെന്ന് അറിയില്ല, അത്രത്തോളം കയറാൻ പറ്റാത്ത അത്രയും സ്റ്റോക്ക് ഉണ്ട് അല്ലേ? അത്രത്തോളം സ്റ്റോക്കുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കയറി കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. സോ അത്രത്തോളം സ്റ്റോക്കുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളെപ്പോഴും ഇപ്പം സ്ഥിരമുള്ള സംഭവമാണ്, ജീവിതകാലം മുഴുവൻ ഒരു ബെഡ് കിടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ട്. സോ ഈ ബെഡിൻ്റെ ലൈഫ് എത്രയാ ശരിക്കും? ബെഡിന് ക്വാളിറ്റി അനുസരിച്ചാണ് എൻ്റെ ലൈഫ് വരുന്നത്. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 25 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുന്ന ബെഡും ഉണ്ട്, 25 ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്ന, വാറണ്ടി അല്ല ഗ്യാരണ്ടി കൊടുക്കുന്ന. വാറണ്ടി പറഞ്ഞ സംവിധാനം വാറണ്ടി സംവിധാനം നമ്മുടെ അടുക്കില്ല. വാറണ്ടി നിലവിൽ ഞാൻ മനസ്സിലാക്കിയത് 7 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനോടിപ്പം ജെൽ മാട്രസ് ഉണ്ട്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ജെൽ മാട്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയൊരു ടെക്നോളജിയാണ്. കുറേ ബെഡിൻ്റെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരുന്നവരെ കിടക്ക അല്ലെങ്കിൽ ബെഡ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. ലാറ്റക്സ്, ജെൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് എന്താണ് ഓരോ മെറ്റീരിയൽ മനസ്സിലായി. പക്ഷേ പിന്നീട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ തല വെച്ച് കിടക്കുന്നതാണ് പില്ലോയിൽ. പക്ഷേ ഈ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും പറയാറുണ്ട് പില്ലോയിൽ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലെന്താണ് അതിൻ്റെ പുറകിൽ ഒരു സത്യമുണ്ടോ, അല്ലെങ്കിൽ ഏത് പില്ലോ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? നമ്മൾ പില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പില്ലോ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായ പില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാറ്റക്സ് പില്ലോ, മെമ്മറി പില്ലോ. കോസ്റ്റ്ലി ആണെങ്കിലും നമ്മുടെ ബാക്ക് പെയിൻ, കഴുത്ത് വേദന തീരെ ഉണ്ടാവില്ല. അതുപോലത്തെ പില്ലോയിൽ കിടക്കണം. കോസ്റ്റ്ലി ആണ്, പക്ഷെ എന്തായാലും നമ്മൾക്കത് ഒരു പില്ലോ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 6-7 വർഷം നിലനിൽക്കും, ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അത്രയും കോസ്റ്റ് ഉണ്ടെങ്കിലും പെർ ഡേ വെച്ച് നോക്കുമ്പോൾ അത്രയും റേറ്റ് വരുന്നില്ല. ഈ റേഞ്ച് എങ്ങനെയാണ്? റേഞ്ച് എങ്ങനെ ഒരു 2400 മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് 2400 ചെറിയൊരു കടക്കര പൈസ 2400 to 4000 രൂപ വരെ വരുന്ന പില്ലോ ഉണ്ട്. അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത് പില്ലോ ആൾക്കാരെ, അതാണ് അത് വരുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പില്ലോ ഇതിന്റെ റേഞ്ച് ഫോം പില്ലോ ആണ്. കോട്ടൺ ക്ലോത്തിൽ ക്യുൾട്ടഡ് അത് ഈ ക്യുൾട്ടഡിൽ ഫോം മിക്സ് ചെയ്ത് പില്ലോ. നമ്മൾ നോർമൽ പില്ലോ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്? ഏകദേശം നമ്മൾ 285 രൂപ റേഞ്ചിൽ വരുന്ന പില്ലോ ആണ്. അതിൽ തന്നെ നമുക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒരു കുറച്ചും കൂടി ടെക്നോളജിയും വേണം, പ്ലസ് പ്രൈസ് റേഞ്ചും കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പില്ലോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഓക്കെ, ഇത് തന്നെ എടുക്കാമല്ലോ. ഇത് നമ്മുടെ പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രീമിയം പില്ലോ എന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ള നമ്മുടെ റെക്രോൺ ആണ്, പോളിസ്റ്റർ റെക്രോൺ. അത് അത്രയും സോഫ്റ്റ് ആണ്. നമ്മുടെ റിലയൻസിന്റെ പ്രൊഡക്റ്റ് ആണിത്. റിലയൻസ് ആണ് നമ്മൾ ഫൈബർ റിലയൻസ് മെറ്റീരിയൽ കോട്ടൺ ക്ലോത്തിൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ഏകദേശം 400 രൂപയോളം ഇതിന്റെ MRP വരുന്നുണ്ട്.
അതാണ് ഈ പില്ലോ. ആ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ MRP 400 എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ഏകദേശം റേഞ്ച് ഇതിന് ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 250-300 ആ റേഞ്ച്, 250-300 റേഞ്ചിലാണ് ഇത് കൊടുക്കുന്നത്. 250-300. ആ അപ്പോൾ ഇത് നമ്മൾ ഇറക്കുമതി ചെയ്തതാണ്. അപ്പോൾ ഈ പില്ലോക്ക് ഏകദേശം ഒരു 700 രൂപയോളം വില വരുന്നുണ്ട് ആ ഈ പില്ലോക്ക്. അപ്പോൾ വാഷബിളാണ്. വാഷബിളാണ്. ഇതൊരു വൺ സൈഡ് സിപ്പ് ടൈപ്പ്. ഇത് നമുക്ക് എടുത്തതിന് മെറ്റീരിയൽ പുറത്തെടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് ഇനി നിങ്ങളെടുക്കുക ഇത്ര വരുന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ ബൾക്കായിട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു എത്ര പ്രൈസിൽ ഇത് കൊടുക്കുന്നത്? ഇത് നമ്മൾക്ക് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 രൂപ ആ റേഞ്ചിൽ ഇത് കൊടുക്കാൻ പറ്റും. നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 500 രൂപ റേഞ്ചിലൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാൽ ലാറ്റക്സും മെഡിക്കേറ്റഡ് എല്ലാം വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഓപ്ഷൻ, നെക്സ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഇത് തന്നെയാണല്ലേ, ടർക്കിഷ് പില്ലോ ആണ് ഇതല്ലേ. അപ്പോൾ പില്ലുകൾക്കും വലിയ ലോഗമുണ്ട്. ഒരു ബെഡിൽ പില്ലോ ഇല്ലെങ്കിൽ ഒരു ലുക്ക് ഇല്ല എന്ന് പറയും. തീർച്ചയായിട്ടും പില്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബെഡിൽ ഒരു ലുക്ക് വരുന്നുള്ളൂ അല്ലേ. സോ രണ്ടാമത് ശരിക്കും പില്ലോ വെക്കരുത് അല്ലേ. പില്ലോ വെക്കരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ എന്നാലും ആൾക്കാർ വെച്ച് ശീലായി നല്ല ഇതുപോലെ ലാറ്റക്സോ ടർക്കിഷൊക്കെ ബെറ്റർ മെത്തേഡാണ്. സോ ഏതായാലും പില്ലയുടെ വിശേഷം കൂടി കഴിഞ്ഞു അല്ലേ. ഒത്തിരി ഒന്നുമില്ല, ഒത്തിരി പറയാനുമില്ല. ഇനി പിലാത്രയിൽ വന്നു കഴിഞ്ഞാൽ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് സെന്റർ ആണ് അല്ലേ. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവർക്ക് ഏതായാലും പിലാത്രയിലെ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അവിടെ പിന്നെ ഓണാശംസകളും നേരുന്നു. അപ്പോൾ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് സെന്റർ. ഓക്കെ, താങ്ക് യു.